കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയ ആരോഗ്യ മന്ത്രിയുണ്ടല്ലോ മുരളീധരൻ, കുറച്ച് കാര്യങ്ങളോട്ട് വന്നിട്ടുണ്ട്. അതായത് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുമെന്നാണ് പറയുന്നത്. അതായത് UDF സർക്കാർ ഭരണത്തിലെത്തിയാൽ നയങ്ങളുടെ ഭാഗമായാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുന്നതെന്നും അതിൽ വെള്ളം ചേർക്കാൻ ആരെ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരാണ് വെള്ളം ചേർക്കുന്നത്? വെള്ളം ചേർക്കാൻ അവരുടെ കൂട്ടത്തിലുള്ളവരാണ്. അല്ലാതെ ഇപ്പം വെള്ളം ചേർക്കുന്ന ആര് വെള്ളം ചേർക്കാൻ? CPM-മാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഉണ്ടോ വെള്ളം ചേർക്കാൻ? ഉണ്ടോ? അങ്ങനെ ഒന്നും ഇല്ല. അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരാരെങ്കിലും ഇനി സർക്കാരിനെ മറികടന്നുകൊണ്ട് വെള്ളം ചേർക്കുമോ? അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ചില വെള്ളം ചേർക്കലുകൾ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ നിർത്തിക്കൊണ്ട് ചില വെള്ളം ചേർക്കലുകൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ആ വെള്ളം ചേർക്കലിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇനിയും ഈ പറഞ്ഞ UDF-ന്റെ ഏതെങ്കിലും സംഘടനകളാണോ എന്ന് സംശയിക്കേണ്ടി ഇരിക്കുന്ന ഒരു സാഹചര്യം. അതായത് വീണ ജോർജിന് എതിരായി ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ചേർത്തിണക്കിക്കൊണ്ട് വരാൻ ഈ UDF-കാരെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടോ? കാരണം ഏറ്റവും കൂടുതൽ ആ കാലത്ത് 21 മുതൽ 26 വരെയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അത് വീണ ജോർജ് ആയിരുന്നു. ആരോഗ്യ മേഖലയെ ചുറ്റിപ്പറ്റിക്കൊണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങളുണ്ട് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടർ, അത് പിന്നെ ഡോക്ടർ ഹാരിസ് ബീരാൻ അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വരുന്നത് അവിടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, സർജിക്കൽ സാധനങ്ങളില്ല. പുള്ളി മാധ്യമങ്ങളോട് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നത് പലതവണ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, മന്ത്രി വിവരം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ തുടങ്ങി ഈ എവിടെയൊക്കെ ഈ പറയുന്ന മന്ത്രിമാരെ ആരോഗ്യവകുപ്പിനെ തരം താഴ്ത്താമോ അവിടെ എല്ലാം തരം താഴ്ത്തിയിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ മുരളീധരൻ, അതുകൊണ്ടാണല്ലോ മുരളീധരൻ ആരൊക്കെ വെള്ളം ചേർക്കാൻ ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ഇടതുപക്ഷത്തിലുള്ള CPM-കാർ ആരെങ്കിലും അവിടെ ചെന്ന് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് ഇപ്പൊ ഇടതുപക്ഷത്തിനുണ്ടോ? പോട്ടെ, അതിനുള്ള ഒരു അധികാരം നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനുണ്ടോ? ഇല്ല. ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെ വെള്ളം ചേർക്കൽ വരുന്നത്? പിന്നെ കൂടുതൽ മെഡിക്കൽ കോളേജ് കെട്ടുക എന്നുള്ളതാണോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം? അല്ല, ആ ഉള്ള മെഡിക്കൽ കോളേജുകളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ഇനിയും ഒരു കെടുകാര്യസ്ഥത ഉണ്ടാകാത്ത തരത്തിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഒരുക്കുകയാണ് എപ്പോഴും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. അല്ല പുതിയ മെഡിക്കൽ കോളേജ് കെട്ടിയിട്ട് കാര്യമില്ല. തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ അതിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. നിങ്ങൾ കുറെ കൂടെ നല്ല ആൾക്കാരാണ്, മെഡിക്കൽ രംഗത്തെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തെ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് പുതിയ മെഡിക്കൽ കോളേജ് ഈ 5 വർഷം കൊണ്ട് കെട്ടിത്തീർത്തിട്ട് അവിടെ പുതിയ എക്യുപ്മെന്റ്സ് കൊണ്ട് ഇറക്കുന്ന കാര്യമില്ല. അവിടെ എന്താ പറയാ, ചെലവ് കൂടുകയുള്ളൂ. ഇപ്പൊ വെറുതെ ഒരു മെഡിക്കൽ കോളേജ് കെട്ടിവെക്കാൻ പറ്റുമോ? വെറുതെ UDF-ന്റെ കാലത്താണല്ലോ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ട് വൈത്തിരിയിലോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലമെടുപ്പുകൾ പൂർത്തിയാക്കിയത്. സ്ഥലമെടുപ്പെല്ലാം കഴിഞ്ഞു. എന്നിട്ട് അവസാനം എന്തായി? അവിടെ മെഡിക്കൽ കോളേജ് വന്നോ? ഇല്ല. ഇപ്പൊ ആഘാത പഠനം വന്നു, പ്രകൃതിയുടെ ആഘാത പഠനം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിന് പറ്റില്ല. ഉമ്മൻചാണ്ടി കല്ലിട്ടിട്ട് പോയല്ലോ. ഉമ്മൻചാണ്ടി കല്ലിട്ട സ്ഥലമാണത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ കഴിയാതെ പോയത്? വയനാട്ടിൽ മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? അപ്പൊ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഇത്തവണ അങ്ങനെയാണെങ്കിൽ മുരളീധരൻ അത്ര ഊർജ്ജസ്വലനായ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണെങ്കിൽ തീർച്ചയായിട്ടും വയനാടിന് വേണ്ടി സ്ഥലം കണ്ടെത്തും. അല്ലാതെ പുതിയത് വേറെ എവിടെയും തുടങ്ങുകയില്ല. കാസർഗോഡ് മെഡിക്കൽ കോളേജ് സൗകര്യങ്ങളില്ല, കുറവാണ്. അവിടെ കാസർഗോഡിലെ ആൾക്കാർ ബാംഗ്ലൂരിലേക്കാണ്, മംഗലാപുരത്തേക്കുമാണ് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഒരു കാസർഗോഡ് മെഡിക്കൽ കോളേജ് നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ കോവിഡ് കാലത്ത് മംഗലാപുരത്തേക്ക് വാഹനങ്ങൾ, ആംബുലൻസ് കേരളത്തിൽ നിന്ന് രോഗികളെ കൊണ്ട് പോകുന്നില്ല. അവസാനം അവിടെ താൽക്കാലികമായി കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ വേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് ചെയ്ത് അന്ന് കോവിഡ് സമയത്ത്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ആവശ്യമുള്ള സജ്ജീകരണം കൊണ്ടുവന്ന് അതിനെ മെച്ചപ്പെടുത്തിയാൽ പോരെ? ഈ പറയുന്ന ഈ കണ്ട കാലം അത്രയും ആരോഗ്യ മേഖല ദുരിതപൂർണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന UDF എന്തുകൊണ്ടാണ് ഈ ആരോഗ്യ മേഖലയെ ഉയർത്തിയെടുക്കാൻ വേണ്ടി ആശുപത്രികൾ മെച്ചപ്പെടുത്തുമെന്ന് പറയാത്തത്? പുതിയ മെഡിക്കൽ കോളേജ് കെട്ടണമെങ്കിൽ മിനിമം എത്ര കാലം വേണ്ടി വരും? ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ചെറിയ സ്ഥാപനമൊന്നുമല്ല. അത് ഉയർത്തിക്കെട്ടുകയും ആ കെട്ട് പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ മെഡിക്കൽ സീറ്റുകൾ അലോട്ട് ചെയ്യണം. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ സീറ്റുകൾ അലോട്ട് ചെയ്ത് അവിടെ പിന്നെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനും തുടങ്ങിയ സജ്ജീകരണങ്ങൾ കൊണ്ടുവന്ന് എല്ലാം ഫുള്ളി ഒന്ന് ഇംപ്ലിമെന്റഡ് ആകുന്നതിന് എത്ര കാലം എടുക്കും? ആ കാലം വേണ്ടല്ലോ ഈ പറയുന്ന ആശുപത്രികളെല്ലാം നിലവിലുള്ള മെഡിക്കൽ കോളേജിൽ ഇതാക്കാൻ. പിന്നെ ഇനി അങ്ങോട്ട് ഈ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ
ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിക്കുകയല്ലേ. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തേണ്ട ആവശ്യം? 25 ലക്ഷം രൂപയ്ക്ക് ഇവിടുത്തെ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളിലേക്ക് ഒരാൾക്ക് 25 ലക്ഷം രൂപ ഒരു പ്രതിവർഷം ചികിത്സയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തോ പിന്നെ കുഴപ്പം? അയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പുള്ളിക്കാരനെ സംബന്ധിച്ച് ഇപ്പം നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അങ്ങനെ 25 ലക്ഷം രൂപ ഒരു വർഷത്തെ കിടത്തി ചികിത്സയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലോട്ടറി അടിച്ചോ? നമ്മൾ വേറെ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നത്? ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി വിദഗ്ധ ചികിത്സ നേടി തിരിച്ചു വരാം. അങ്ങനെ വരുന്ന സമയത്ത് എന്തിനാണ് നമ്മുടെ പൊതു ആരോഗ്യ മേഖല വളർത്തേണ്ട ആവശ്യം? കിട്ടണ്ടേ? അല്ല, നമ്മൾ പറയണം, അതാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പനി വന്നാൽ പോലും നമുക്ക് അവിടെ പോവാം. പനി വന്നാൽ പോലും ഡോക്ടർ എന്നെ 2 ദിവസം കിടത്തിയാൽ മതി, ലക്ഷറി റൂമിൽ എന്നെ 2 ദിവസം കിടത്തി ചികിത്സിച്ചോളൂ. അഡ്മിറ്റ് ആവുന്നതിൽ പ്രശ്നമില്ല. കാര്യം എന്താ? തൊട്ടടുത്ത് പരിചാരകരുണ്ടാവും, നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉള്ള വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, നമുക്ക് വേണ്ട മരുന്ന് എടുത്തു തരാൻ ആള്, വീട്ടിൽ ഒരാൾ ബൈസ്റ്റാൻഡറുടെ ആവശ്യം പോലും ഇല്ല. അവിടെ പോയി TV ഒക്കെ കണ്ട് സുഖമായിട്ട് അവിടെ കിടന്ന് സുഖമായി കിടന്ന് വിരാജിച്ചിട്ട് 2 ദിവസം ഡ്രിപ്പും ഒക്കെ ഇട്ട് സെറ്റായിട്ട് തിരിച്ചു വരാം. പൈസ 1 രൂപ ചെലവില്ല. ഈ ചെലവ് സർക്കാരിൽ നിന്ന് കൊടുക്കും. 25 ലക്ഷം രൂപയ്ക്കകത്ത് നിന്ന് പോട്ടെ 2 ദിവസം കിടക്കുന്ന 25,000 രൂപ പോയാലും കുഴപ്പമൊന്നുമില്ല, നഷ്ടമില്ല. AC റൂമിനകത്ത് കിടന്നിട്ട് തിരിച്ചു വരാം. അതല്ലേ നല്ലത്? അപ്പൊ പിന്നെ ഈ പറയുന്ന പിന്നെ പാവപ്പെട്ടവര് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലേക്ക് എന്തിനാ കയറുന്നത്? 700-ലധികം കുടുംബങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. 712 800 സംതിങ് കുടുംബങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഈ കുടുംബങ്ങൾക്കെല്ലാം ഇനിയിപ്പം സുഖമായി ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയിൽ പോയി ലക്ഷക്കണക്കിന് രൂപയുടെ ട്രീറ്റ്മെന്റ് തിരിച്ചു വരും. ഒരാൾക്കൊരു 5 തവണ പനി വന്നാൽ തന്നെ കൂടി വന്ന് 75,000 രൂപയുടെ ചിലവ് വരുത്തുള്ളൂ. പിന്നെ കിടക്കുക, ബാക്കി കിടക്കില്ലേ? 24 ലക്ഷത്തി ചില്ലുവാൻ രൂപ കിടക്കല്ലേ? 24,4 ലക്ഷം രൂപ ബാക്കി വരും. ഒരു 5 തവണ പനി വന്നെന്ന് ചോദിച്ചു, 5 തവണയും ഹോസ്പിറ്റലിൽ പോയി ഈ പറഞ്ഞ 25,000 രൂപ 5 തവണ ചിലവാക്കി 1 ലക്ഷം രൂപ പോയി, അല്ലെ 1.25 ലക്ഷം രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി കിടക്കല്ലേ പൈസ? എന്തിനാ? ആരെ പേടിക്കണം ഇവിടെ? ആരെയാ പേടിക്കേണ്ടത്? ആരെയും പേടിക്കണ്ട. പിന്നെന്തിനാ ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ നന്നാക്കേണ്ട ആവശ്യം എന്തുവാ? ആക്സിഡന്റ് കേസ് ആണെങ്കിൽ പോലും ഈസി ആയിട്ട് കിട്ടില്ലേ? സർജറിക്ക് കൊടുക്കാനുള്ള പൈസയുടെ 25 ലക്ഷം രൂപ. ഈ പിന്നെ 6-ാം തമ്പുരാൻ സിനിമയ്ക്കകത്ത് ജഗന്നാഥനെടുക്കെ പറയുന്ന പോലെ 500 എത്രയോ കോടി രൂപയുടെ ആസ്തിയുണ്ട് എനിക്ക്, നിന്റെ സുഹൃത്തിന്, അതിൽ കൂടുതലാണെങ്കിൽ മാത്രം എനിക്ക് 2 ദിവസം സമയം തരണം എന്ന് പറയുന്ന പോലെ ഒരാൾ ആക്സിഡന്റ് ട്രീറ്റ്മെന്റുമായിട്ട് അവിടെ ചെന്നിട്ട് 25 ലക്ഷം രൂപയ്ക്കൊക്കെ മേളിലാണെങ്കിൽ മാത്രം പുറത്തുനിന്ന് എന്തെങ്കിലും സഹായം എന്ന് ചോദിച്ചാൽ പോരെ, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ എന്തിനാണ് ഗവൺമെന്റ് ആശുപത്രികൾ നന്നാക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. മെഡിക്കൽ കോളേജ് നന്നാക്കി വെക്കുന്നതിന് ആർക്ക് വേണ്ടിയിട്ടാ? ആരെങ്കിലും കയറുമോ? ഒരു മൂക്കിപ്പനിക്ക് പോലും ആരെങ്കിലും എവിടെങ്കിലും കയറത്തില്ല. കാര്യം അവർക്ക് പൈസ കിടക്കില്ല, 25 ലക്ഷം രൂപ. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലേതെങ്കിലും ഒന്നേ നടക്കും. ഒന്നുകിൽ നമ്മുടെ പൊതു ആരോഗ്യ രംഗം നന്നാവും, ഇല്ലെങ്കിൽ 25 ലക്ഷം രൂപ എല്ലാവരുടെയും കയ്യിൽ കിട്ടും. ഇനി അതല്ല, ഇനി 25 ലക്ഷം രൂപ ഏറെക്കുറെ തീരുമാനമായി കാണും, എന്ന് വെച്ചാൽ പ്രീമിയം അടയ്ക്കണം, ആ തീരുമാനമായി കാണും. അതുകൊണ്ട് പൊതു ആരോഗ്യ രംഗം നന്നാക്കുന്നു. ഇനി ഇത് വേറൊരു കാര്യം കൊണ്ട് നമ്മൾ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് രണ്ടും നടക്കത്തില്ല എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ദൈവത്തെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ സംഭവിക്കാതിരിക്കട്ടെ. കാര്യം ഒരു 2 സർക്കാരുകൾ ചേർന്ന് നടത്തിക്കൂട്ടി ഇവിടം വരെ കൊണ്ട് എത്തിച്ച ഒരു പൊതു ആരോഗ്യ രംഗമുണ്ട്. ഈ ആരോഗ്യരംഗം തകർന്നു കാണുന്നതിനോട് നമുക്ക് ആർക്കും യോജിപ്പില്ല. കാര്യം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ നിരവധി ആളുകൾ ചെന്ന് കയറുന്ന ഒരു ആശുപത്രിയാണ് ഈ പറയുന്ന സർക്കാർ ആശുപത്രികളാണെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളാണ്. നമുക്കൊക്കെ ആശ്രയം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം ആശുപത്രികളിലേക്ക് കൂടുതൽ രോഗികൾ എത്തട്ടെ എന്ന് വെച്ചാൽ എല്ലാവരും രോഗികളായി മാറാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരം അവിടെ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിലവിലൊരു ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സർക്കാർ ചെയ്യേണ്ടതെന്ന് മാത്രം.